ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് കടക്കാം. ഇന്നത്തെ തീയതി 15/5/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഈയൊരു ആഴത്തിലുള്ള പഠനത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളിന്ന് ജീവിക്കുന്നത് അശാന്തി നിറഞ്ഞ ഒരു പഴയ ലോകത്തിലാണ്, അല്ലേ? ഇതിൽ നിന്ന് മാറി ബാബ നൽകുന്ന അമൂല്യമായ ജ്ഞാനരത്നങ്ങൾ മനസ്സിലാക്കി നമ്മുടെ യഥാർത്ഥ ശാന്തിധാമത്തിലേക്കുള്ള ആത്മാവിന്റെ യാത്രയെക്കുറിച്ച് തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന ലക്ഷ്യം. തീർച്ചയായും. ഈ ലോകത്തിന്റെ തിരക്കുകളിൽ നിന്നു മാറി എന്നുവെച്ചാൽ കുറച്ചു സമയം ബാബയുടെ വാക്കുകളിലൂടെയുള്ള ഒരു യാത്ര. അതെ. അപ്പോൾ ഇന്നത്തെ മുരളിയുടെ പ്രധാന ഹെഡിംഗ് തന്നെ വളരെ ശക്തമാണ്. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ ലോകം ശ്മശാനമാകാൻ പോകുന്നതാണ്. അതിനാൽ ഇതിനോട് മനസ്സുവെക്കരുത്. സ്വർഗത്തെ ഓർമ്മിക്കൂ. അതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. അതെ, നമ്മൾ വലിയ കാര്യമായി കാണുന്ന ഈ ലോകത്തെ ബാബ ശ്മശാനം എന്ന് വിളിക്കുന്നു. ഇനി ഇതിലെ ഇന്നത്തെ ചോദ്യവും ഉത്തരവും നമുക്കൊന്ന് നോക്കാം. ചോദ്യമിതാണ്: നിങ്ങൾ ദരിദ്രരായ കുട്ടികളെപ്പോലെ ഈ ലോകത്തിൽ ഭാഗ്യശാലികൾ വേറെ ആരുമില്ല, എന്തുകൊണ്ട്? സാധാരണയായി നമ്മൾ ചിന്തിക്കുന്നത് പണമുള്ളവരാണ് ഭാഗ്യശാലികളെന്നാണ്, അല്ലേ? അതെ, നമ്മൾ കാണുന്ന ലോകം അങ്ങനെയാണല്ലോ. എന്നാൽ ബാബ പറയുന്നു, എന്തുകൊണ്ടെന്നാൽ ദരിദ്രരായ കുട്ടികൾ നേരിട്ട് ബാബയുടെ കുട്ടികളായി മാറി സദ്ഗതിയുടെ സമ്പത്ത് നേടുന്നു എന്ന്. ഓ, അതായത് ആത്മീയമായ സമ്പത്ത്. അതെ, കാരണം ധനികർക്ക് അവരുടെ സമ്പത്തിനോടുള്ള ആകർഷണം, അതായത് വലിയ മമത കാരണം ബാബയെ ഓർമ്മിക്കാൻ വളരെ പ്രയാസമാണ് എന്നാണ് ബാബ പറയുന്നത്. ശരിയാണ്. അതിനാൽ അന്തിമത്തിൽ ബാബയെ മാത്രം ഓർമ്മിക്കുന്ന ദരിദ്രരായ നിങ്ങളാണ് ഏറ്റവും ഭാഗ്യശാലികൾ. നോക്കൂ, ഭൗതികമായ സമ്പത്തിനോടുള്ള അറ്റാച്ച്മെന്റ് നമ്മളെ എത്രത്തോളം പിന്നോട്ട് വലിക്കുന്നു എന്നത് ബാബ വളരെ വ്യക്തമായി കാണിച്ചു തരികയാണ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഒരു വലിയ ധനികൻ തന്റെ സ്വത്ത് എങ്ങനെ സംരക്ഷിക്കാം, ബിസിനസ് എങ്ങനെ വളർത്താം എന്ന് ചിന്തിച്ച് സമയം മുഴുവൻ കളയുമ്പോൾ ബാബയെ ഓർമ്മിക്കാൻ അവർക്ക് സമയം കിട്ടില്ല. കൃത്യം. അതൊരു വലിയ ബാധ്യതയായി മാറുകയാണ്. അപ്പോൾ ഭൗതികമായ കുറവുകൾ സത്യത്തിൽ ബാബയോട് അടുക്കാനുള്ള ഒരു വലിയ അവസരമാണ്. ഇനി നമ്മൾ മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് വരികയാണ്. ഈ ലോകത്തിലെ മായയുടെ അസത്യമായ ഷോയെക്കുറിച്ചാണ് ബാബ പറയുന്നത്. അതെ, വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണത്. കഴിഞ്ഞ ഒരു 100 വർഷത്തിനുള്ളിൽ മനുഷ്യർ കണ്ടുപിടിച്ച വലിയ വലിയ കാര്യങ്ങളില്ലേ? ഫോൺ, വൈദ്യുതി, വിമാനങ്ങൾ, പിന്നെ ആകാശം മുട്ടി നിൽക്കുന്ന കെട്ടിടങ്ങൾ. പ്രത്യേകിച്ച് പുതിയ ഡൽഹിയെയും മറ്റും കണ്ട് ഇതാണ് യഥാർത്ഥ സ്വർഗമെന്ന് മനുഷ്യർ തെറ്റിദ്ധരിക്കുന്നുവെന്ന് ബാബ പറയുന്നു. അതെ, ഈ പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ട് മനുഷ്യർ ശരിക്കും മയങ്ങിപ്പോയിരിക്കുകയാണ്. എന്നാൽ ബാബ പറയുന്നു, ഇതൊരു അസത്യമായ മായയുടെ ഷോ മാത്രമാണ് എന്ന്. മായയുടെ ഷോ? അതെ, വാസ്തവത്തിൽ ഇതിന്റെ പേര് നരകം എന്നാണ്. ഇതെല്ലാം വെറും അല്പകാലത്തേക്കുള്ളതാണ്. യഥാർത്ഥ സ്വർഗം എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപായിരുന്നു എന്നവർ വിശ്വസിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ സ്വർഗത്തെ അവർ മറന്നുപോയി. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഉപമ ഓർമ്മ വരികയാണ്. നമ്മൾ സിനിമകൾ കാണാറില്ലേ? അതെ. ഒരു വലിയ സിനിമയുടെ സെറ്റ് കാണുമ്പോൾ പുറമേ അത് അതിമനോഹരമായൊരു കൊട്ടാരമാണെന്ന് നമുക്ക് തോന്നും. എന്നുവെച്ചാൽ ഉള്ളിൽ പോയി നോക്കിയാൽ വെറും കാർബോർഡും മരക്കഷ്ണങ്ങളും മാത്രമായിരിക്കും. ശരിയാണ്. അതുപോലെ പുറമേ അതിമനോഹരമായി പണിതിരിക്കുന്ന, എന്നാൽ ഉള്ളിൽ വെറും കാർബോർഡ് മാത്രമുള്ള ഒരു വ്യാജ സിനിമയുടെ സെറ്റ് പോലെയാണ് ഈ ലോകം എന്ന് തോന്നുന്നില്ലേ? ആ ഉപമ വളരെ കൃത്യമാണ്. ഈ കാർബോർഡ് സെറ്റിനോട് നമ്മൾ വല്ലാതെ അടുത്തുപോയി എന്നതാണ് സത്യം. അതെ. അതുകൊണ്ടാണ് ബാബ ഇതിനെ ശ്മശാനം എന്ന് വിളിക്കുന്നത്. ഈ പഴയ ലോകത്തിൽ, അതായത് ഈ തകരാൻ പോകുന്ന സെറ്റിൽ മനസ്സ് അർപ്പിക്കരുത് എന്ന് ബാബ പറയുന്നു. പുഴുമോർമ്മിക്കുക. പക്ഷെ ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. ഈ ലോകം ഒരു വ്യാജ കാർഡ്ബോർഡ് സെറ്റാണെങ്കിൽ പിന്നെ മനുഷ്യർ യഥാർത്ഥ ശാന്തി എവിടെ പോയി അന്വേഷിക്കും? കാരണം ബാബ തന്നെ പറയുന്നുണ്ടല്ലോ, മനുഷ്യർ ശാന്തി അന്വേഷിച്ച് കുംഭമേളയിലും അമർനാഥിലും ഒക്കെ പോകുന്നുണ്ടെന്ന്. നമ്മൾ ഈ സെറ്റിനുള്ളിൽ തന്നെ ഓടി നടക്കുകയല്ലേ? അതെ, അതാണ് മനുഷ്യർ ചെയ്യുന്ന വലിയൊരു അബദ്ധം. മനുഷ്യർ ശാന്തി അന്വേഷിച്ച് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോകുന്നു. എന്നാൽ ബാബ വളരെ വ്യക്തമായി പറയുന്നു, ജലത്തിലെ സ്നാനത്തിലൂടെയോ അമർനാഥിലെ ഒറ്റപ്പെട്ട ഗുഹയിൽ പോയി കഥ കേൾക്കുന്നതിലൂടെയോ ആർക്കും തിരിച്ച് വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല എന്ന്. തിരിച്ച് ശാന്തിധാമത്തിലേക്ക്? അതെ, ശാന്തിധാമത്തിലേക്ക്. കാരണം ഭൗതികമായ വെള്ളത്തിന് ശരീരത്തെ മാത്രമേ ശുദ്ധമാക്കാൻ കഴിയൂ, ആത്മാവിനെയല്ല. ഇത് കേൾക്കുമ്പോൾ
നമ്മൾ ഭക്തിമാർഗത്തിൽ ഇക്കാരമത്രയും ചെയ്തത് വെറും വ്യർത്ഥമായിരുന്നു എന്ന് തോന്നിപ്പോകും. എന്നുവെച്ചാൽ കൂരിരുട്ടുള്ള ഒരു മുറിയിൽ നമ്മുടെ സ്വന്തം നിഴലിനെ നോക്കി അതിലെ അഴുക്ക് കളയാൻ നമ്മൾ സോപ്പിട്ട് കഴുകാൻ ശ്രമിക്കുന്നത് പോലെയായിരുന്നുവല്ലേ? ഹാ അതെ, വളരെ കൃത്യമാണ് ആ ഉപമ. നിഴൽ കഴുകിയാൽ അഴുക്കു പോകില്ലല്ലോ. ഇല്ല, അഴുക്ക് ഉള്ളിലാണ്. തീർച്ചയായും. ഇവിടെ ബാബ നൽകുന്ന അവിനാശിയായ ജ്ഞാനരത്നങ്ങളാണ് യഥാർത്ഥ അമർനാഥ് കഥ എന്ന് ബാബ പറയുന്നു. നമ്മളിപ്പോൾ പഠിക്കുന്ന ഈ ഗീതാ പാഠശാലകളും സെന്ററുകളുമാണ് ഏറ്റവും ഉയർന്ന തീർത്ഥസ്ഥാനങ്ങൾ. ഓ, ഗീതാ പാഠശാലകളാണ് യഥാർത്ഥ തീർത്ഥസ്ഥാനങ്ങൾ. അതെ, അവിടെ നിന്നാണ് യഥാർത്ഥ ശാന്തിയുടെയും സുഖത്തിന്റെയും സമ്പത്ത് ലഭിക്കുന്നത്, അല്ലാതെ പർവ്വതങ്ങളിൽ പോയിട്ടല്ല. അപ്പോൾ തീർത്ഥാടനം എന്നത് നമ്മൾ നടന്നുപോകുന്ന ഒന്നല്ല, ആന്തരികമായ ഒരു യാത്രയാണ്. പിന്നെ യോഗത്തെക്കുറിച്ച് ബാബ പറയുന്നൊരു കാര്യമുണ്ട്. അപവിത്രത കാരണം ചിറകുമുറിഞ്ഞ ആത്മാക്കൾക്ക് ഇപ്പോൾ ബാബയുടെ യോഗത്തിലൂടെ പുതിയ ചിറകുകൾ ലഭിച്ചിരിക്കുന്നു എന്ന്. ആ ചിറകുകൾ വെച്ച് ഒരു ഘടികാരത്തിങ്ക ടിക് ടിക് ശബ്ദത്തേക്കാൾ വേഗത്തിൽ ലണ്ടനിലോ അമേരിക്കയിലോ ആണെങ്കിൽ പോലും ആത്മാവിന് പറക്കാൻ സാധിക്കുമെന്ന് ബാബ പറയുന്നു. ഇത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നല്ലേ? വളരെ വലിയൊരു കാര്യമാണത്. ആത്മാവിന്റെ സഞ്ചാരവേഗതയെക്കുറിച്ച് സയൻസിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അതെ, സങ്കല്പങ്ങളുടെ വേഗത. അതെ, മനുഷ്യർക്ക് ശാന്തിധാമമാണ് തങ്ങളുടെ യഥാർത്ഥ വീട് എന്ന് ബാബ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ കർമാതീതരാകുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ അവിടേക്ക് പറക്കാൻ സാധിക്കൂ. അപ്പൊ നമ്മൾ ശാന്തിധാമം തിരിച്ചറിഞ്ഞു. ഇനി ഈ ശാന്തിധാമം തിരിച്ചറിഞ്ഞ ഒരു ആത്മാവ് ഈ ഭൂമിയിൽ താൻ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിനെക്കുറിച്ചാണല്ലോ ബാബ അനാദിയായ ഡ്രാമ എന്ന് പറയുന്നത്. ശരിയാണ്, ഇതൊരു അനാദിയായ ഡ്രാമയാണ് എന്ന് ബാബ പറയുന്നു. ഇതിൽ ഓരോ അഭിനേതാവിന്റെയും പാർട്ട് അവിനാശിയാണ്. ഓരോ ആത്മാവിന്റെയും പാർട്ട്. അതെ, ആത്മാവെന്നത് അതിസൂക്ഷ്മമായ ഒരു ബിന്ദുവാണ്. എന്നാൽ അതിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അടങ്ങിയിരിക്കുന്നു എന്നാണ് ബാബ പറയുന്നത്. വാവ്, ഇതൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മൾ കമ്പ്യൂട്ടറിലെ ചെറിയ ചിപ്പിൽ കുറേ ഡാറ്റ സൂക്ഷിക്കുന്നത് പോലെ ഒരു വലിപ്പവുമില്ലാത്ത ഒരു പ്രകാശബിന്ദുവിൽ ലക്ഷക്കണക്കിന് വർഷങ്ങളിലെ റെക്കോർഡിംഗ്. എന്തൊരു വലിയ അത്ഭുതമാണത്! നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു രഹസ്യമാണത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ശീലങ്ങളും എല്ലാം ആ ചെറിയ ബിന്ദുവിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് സന്യാസിമാർ പറയുന്നത് പോലെ ആർക്കും മോക്ഷം ലഭിക്കുന്നില്ല എന്ന് ബാബ പറയുന്നത്. എന്നുവെച്ചാൽ നമ്മൾ വെളിച്ചത്തിൽ പോയി ലയിച്ചു ചേരുന്നില്ല. ഇല്ലാതാകുന്നില്ല. അതെ, ശിവബാബ ബ്രഹ്മാവിലൂടെ സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നു, വിഷ്ണുവിലൂടെ പാലന നടക്കുന്നു. ബാബ ഒരേ സമയം അച്ഛനും അധ്യാപകനും ഗുരുവുമാണ് എന്ന് പറയുന്നു. ബാബ എന്തെല്ലാം പഠിപ്പിക്കുന്നുവോ അതൊക്കെ പഠിച്ചു നിങ്ങളും മാസ്റ്റർ ജ്ഞാനസാഗരന്മാരാവുക എന്നാണ് ബാബ നൽകുന്ന നിർദ്ദേശം. നിങ്ങളും മാസ്റ്റർ ജ്ഞാനസാഗരന്മാരാവുക. പക്ഷേ ഇവിടെ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമ്മൾ ഈ 84 ജന്മങ്ങളെക്കുറിച്ചും ഈ വലിയ ഡ്രാമയെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നു. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എപ്രകാരം പ്രായോഗികമാക്കാം? വെറുമൊരു അറിവായി മാറാതെ, എന്നുവെച്ചാൽ നമ്മൾ ഓഫീസിൽ പോകുമ്പോഴോ വീട്ടിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇതെങ്ങനെ ഉപയോഗിക്കാം? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നോക്കൂ, നമ്മളൊരു അനാദിയായ ഡ്രാമയിലെ അവിനാശിയായ അഭിനേതാക്കളാണെന്ന് തിരിച്ചറിയുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് തന്നെ മാറും. ഉദാഹരണത്തിന്, ഓഫീസിൽ ആരെങ്കിലും നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമ്മൾ തളർന്നു പോകില്ല. കാരണം ഇതൊരു ഡ്രാമയാണ്. അവർ അവരുടെ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പാർട്ട് അഭിനയിക്കുക മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതായത് അവരോട് നമുക്ക് ശത്രുത തോന്നില്ല. അതെ, ആരും നമ്മളോട് ശത്രുത കാണിക്കുന്നില്ല. വെറും പഴയ കണക്കുകൾ തീർക്കുക മാത്രമാണ്. ബാബയിൽ നിന്ന് സുഖവും ശാന്തിയും സ്വീകരിച്ച് അത് മറ്റുള്ളവർക്ക് നൽകുക, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. മുഴുവൻ പോയിന്റ്സും നമുക്കൊന്ന് ഷോർട്ടാക്കി റിവൈസ് ചെയ്യാം. തീർച്ചയായും. ആദ്യം നമ്മൾ കണ്ടു, ഈ ലോകം ശ്മശാനമാകാൻ പോകുന്നു. അതുകൊണ്ട് മായയുടെ 100 വർഷത്തെ വ്യാജസ്വർഗത്തിൽ കുടുങ്ങരുത് എന്ന് ബാബ പറയുന്നു. അതെ. പിന്നെ ദരിദ്രരായ കുട്ടികളാണ് ഏറ്റവും ഭാഗ്യശാലികൾ എന്ന് നമ്മൾ കണ്ടു. മൂന്നാമതായി, ഭൗതിക തീർത്ഥാടനങ്ങളല്ല, നമ്മുടെ ഗീതാ പാഠശാലകളാണ് യഥാർത്ഥ തീർത്ഥസ്ഥാനങ്ങൾ. നാലാമതായി, യോഗത്തിലൂടെ ആത്മാവിന് പറക്കാനുള്ള പുതിയ ചിറകുകൾ ലഭിക്കുന്നു. പിന്നെ അവസാനമായി, ഇതൊരു അനാദിയായ ഡ്രാമയാണ്.
ആത്മാവ് എന്ന ബിന്ദുവിൽ 84 ജന്മങ്ങളുടെ പാർട്ട് അവിനാശിയായി അടങ്ങിയിരിക്കുന്നു. വളരെ കൃത്യമായി തന്നെ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള ധാരണ എന്നുവെച്ചാൽ മുഖ്യസാരം ബാബ പറയുന്നത് നോക്കാം. ഒന്ന്, സ്വയം റിഫ്രഷ് ആകുന്നതിനും മറ്റുള്ളവരെ റിഫ്രഷ് ആക്കുന്നതിനും എപ്പോഴും ബാബയെയും ആ വലിയ സമ്പത്തിനെയും ഓർമ്മിക്കുക. 2, മനസ്സിനെ ഈ പഴയ ലോകത്തിൽ വെക്കാതെ ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിച്ച് ദേവതയാകാൻ യോഗ്യരാകുക എന്ന് ബാബ പറയുന്നു. ആ പഴയ കാർഡ്ബോർഡ് സെറ്റിൽ നിന്നും മനസ്സിനെ പിൻവലിക്കുക. വളരെ വ്യക്തമാണ്. ഇനി ഇന്നത്തെ വരദാനം ഞാൻ വ്യക്തമാക്കി പറയാം. ബാബ പറയുന്നു, ഈശ്വരീയ അതോറിറ്റിയിലൂടെ സങ്കല്പത്തെയും ബുദ്ധിയെയും ആജ്ഞാനുസരണം നടത്തുന്ന മാസ്റ്റർ സർവശക്തിവാനായി ഭവിക്കട്ടെ. വളരെ ശക്തമായൊരു വരദാനമാണത്. അതെ, നമ്മൾ എപ്പോഴും പറയും, എന്റെ കൈകളും കാലുകളും എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ചിന്തകളെ പറ്റുന്നില്ല എന്ന്. ഇവിടെ ബാബ പറയുന്നത് നമ്മളെ സങ്കല്പവും ബുദ്ധിയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയണമെന്നാണ്. അതെ, നമ്മൾ കൈകാലുകൾ എവിടെ വെക്കണമെന്ന് തീരുമാനിക്കുന്നതുപോലെ എന്നുവെച്ചാൽ അത്രയും എളുപ്പത്തിൽ ബുദ്ധിയെ നിയന്ത്രിക്കാൻ കഴിയണം. അതെങ്ങനെയാണ് സാധിക്കുക? നമ്മൾ ആത്മാവാണെന്ന ബോധത്തിലേക്ക് വരുമ്പോ ഈശ്വരീയ അതോറിറ്റി ലഭിക്കും. എവിടെയാണോ ബുദ്ധിയെ വെക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അവിടെ അത് നിൽക്കണം. അപ്പോഴാണ് നമ്മൾ മാസ്റ്റർ സർവശക്തിവാനാകുന്നത് എന്ന് ബാബ പറയുന്നു. മാസ്റ്റർ സർവശക്തിവാൻ. ഇനി ഇന്നത്തെ സ്ലോഗൻ കൂടി നോക്കാം. ബാബ സ്ലോഗനിൽ പറയുന്നു, സ്വസ്ഥിതി ശക്തിശാലിയാണെങ്കിൽ പരിതസ്ഥിതി അതിനു മുന്നിൽ ഒന്നുമേയല്ല. വളരെ ശരിയാണ്. അതായത് നമ്മുടെ ആന്തരിക അവസ്ഥ ശക്തമാണെങ്കിൽ പുറത്തെ ഒരു പ്രശ്നത്തിനും നമ്മളെ തളർത്താനാകില്ല. നമ്മൾ സ്വയം നിർമ്മിക്കുന്ന ഒരു കവചമാണത്. തീർച്ചയായും. ഇനി ഇന്നത്തെ അവ്യക്ത സൂചന കൂടി നമ്മൾ ശ്രദ്ധിക്കണം. സദാ അചഞ്ചലവും ദൃഢവും ഏകരസവുമായ സ്ഥിതി അനുഭവിച്ചറിയാനാണ് ബാബ സൂചന നൽകുന്നത്. ഇതിൽ ചോദ്യചിഹ്നത്തിന്റെ ഒരു കാര്യം ബാബ പറയുന്നുണ്ട്. ആ വളവ്. അതെ, ചോദ്യചിഹ്നത്തിന്റെ വളവ് പോലെ എന്തുകൊണ്ട് എന്ന ശബ്ദങ്ങൾ ഇല്ലാതാക്കുമ്പോൾ നമുക്ക് ഡ്രാമയിൽ അചഞ്ചലരായി ഇരിക്കാൻ സാധിക്കും എന്ന് ബാബ പറയുന്നു. വാവ്, അതൊരു വലിയ പോയിന്റാണ്. എന്തുകൊണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സും ആ ചോദ്യചിഹ്നം പോലെ വളഞ്ഞിരിക്കുകയാണ്. അത് നിവർത്തി നമ്മൾ ഡ്രാമയെ പൂർണ്ണമായും സ്വീകരിക്കണം. അതെ, കൃത്യം. അപ്പോൾ നമ്മൾ ഈ വ്യാജസ്വർഗത്തിൽ നിന്ന് ശാന്തിധാമത്തിലേക്കുള്ള വലിയൊരു യാത്രയെക്കുറിച്ചാണ് ഇന്ന് ചർച്ച ചെയ്തത്. പ്രിയ ശ്രോതാവേ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കുകയാണ്. നിങ്ങളുടെ ആത്മാവിന്റെ GPS ഇപ്പോൾ എങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്? എന്നുവെച്ചാൽ തകരാൻ പോകുന്ന ഈ താൽക്കാലികമായ പഴയ സെറ്റിലേക്കോ അതോ നിങ്ങളുടെ യഥാർത്ഥവും ശാശ്വതമായ ശാന്തിധാമത്തിലേക്കോ? നിങ്ങൾക്കൊന്ന് ശാന്തമായി ചിന്തിച്ചു നോക്കാവുന്നതാണ്. അതെ, ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇതിലും നല്ലൊരു സമയമില്ല. ഓം ശാന്തി. ഓം ശാന്തി.